ഇന്നലെ മുതൽ തന്നെ ഒരു പക്ഷേ ആദ്യം മുതൽ തന്നെ അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം ഈ കുടുംബം GPS ലൊക്കേഷൻ ലഭിച്ചും മണ്ണിലടിയിലാണെന്ന് പറയുമ്പോഴും അവർ റഡാർ ഉപയോഗിച്ചും NDRFിനെ ഉപയോഗിച്ചുമൊക്കെ പുഴയിൽ തെരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും പുഴയിൽ തെരച്ചിൽ നടത്താനാണോ ഈ നേവിയുടെ സെക്കൻഡ് ടീം വന്നിട്ടുള്ളത്? ശ്രീധരൻ, ആ പുഴയിൽ വീണ്ടും തിരച്ചിൽ നടത്താൻ തന്നെയാണ് നേവിയുടെ സംഘത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. ഏതാണ്ട് നേരത്തെ 8 അംഗ സംഘം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ബോട്ട് ഈ കുത്തൊഴുക്കിനെ വകച്ചു മാറ്റി മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള ബോട്ടായിരുന്നില്ല. അതിനാലാണ് കൂടുതൽ സംവിധാനങ്ങളോട് കൂടിയ ബോട്ട് ഇന്ന് കൊണ്ടുവന്നത്. നേവിയുടെ സംഘം ഇന്ന് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. 3 പേരാണ് മിസ്സിംഗ് ഉള്ളത്. അതിൽ പേർ പുഴ എന്നുള്ള ഒരു പുഴയിലും സമാന്തരമായി നേവിയുടെ മുങ്ങൽ വിദഗ്ധരെത്തിയിട്ടുള്ള പരിശോധനയും നടക്കുന്നു. വിപുലമായിട്ടുള്ള സംവിധാനങ്ങളോട് കൂടിയ പരിശോധനകൾ തന്നെയാണ് ഏതായാലും ഇവിടെയെല്ലാം നടക്കുന്നത്. നിലവിൽ ഇപ്പോൾ നേവി അവിടേക്ക് എത്തിയിട്ടുണ്ട്. NDRF സംഘം അവിടെയുണ്ട്, SDRF സംഘമുണ്ട്, അഗ്നിശമന സേനയുണ്ട്. അങ്ങനെ പല ടയറുകളായിട്ടുള്ള പരിശോധനയാണ് അവിടെ പുരോഗമിക്കുന്നത്. മഞ്ചേശ്വരം MLA KM അഷ്റഫ് അല്പസമയം മുമ്പ് ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ആളുകളുമായി അല്ലെങ്കിൽ ഏകോപനത്തിലൊക്കെ നിൽക്കുന്നുണ്ട്. ഈ കാർവാർ MLAയും ഇന്നലെ മുതൽ തന്നെ കൃത്യമായിട്ട് ഈ വിഷയം ഏകോപിപ്പിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം സിദ്ധരാമയ്യ മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തുന്നുണ്ട്. കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരേഗൌഡ ഇപ്പോൾ ഈ സ്ഥലം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിപുലമായിട്ടുള്ള ഒരു ശ്രദ്ധ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്, രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്തിയിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോഴും ഈ ഏതെങ്കിലും തരത്തിൽ ആശാവഹമായിട്ടുള്ള ഒരു കാര്യം സിഗ്നലുകൾ അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ 1 മണിക്കൂറിനകം ഏതെങ്കിലും തരത്തിൽ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനാകുമെന്നുള്ള പ്രതീക്ഷ MLA നടത്തിയിരുന്നു. പക്ഷേ ഏതായാലും അങ്ങനെ ഒന്നും ഉണ്ടായില്ല എന്നുള്ള ഒരു കാര്യം കൂടി, ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം കൂടി പറയട്ടെ. ഏതായാലും ഇപ്പോൾ തിരച്ചിൽ മഴ ഇടയ്ക്കിടെ പെയ്യുന്നുണ്ട്, എന്നാൽ പോലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടക്കുകയാണ്. ഇതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് വന്ന ഒരു സംഘം കൂടി ഈ തിരച്ചിലായി ഇവരോടൊപ്പം ഈ സേനകളോടൊപ്പം ചേരുന്നുണ്ട്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി സൈന്യം ഇവിടേക്ക് എത്തും. ഏതായാലും ഇവിടെ നിന്ന് ഏതാണ്ട് 75 കിലോമീറ്റർ അപ്പുറത്തുള്ള യെല്ലാപ്പുര എന്ന് പറയുന്ന സ്ഥലത്ത് വരെ അവരെത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് ഇവിടേക്ക് എത്താനുള്ള ഒരു സമയം വേണ്ടി മാത്രമേ ബാക്കി വരികയുള്ളൂ. ഏതായാലും ഇന്ന് തന്നെ സൈന്യത്തിന്റെ തിരച്ചിൽ ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ് MLAക്ക് ലഭിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനവും നടക്കുന്നത്. ഇപ്പോൾ ഏതായാലും തിരച്ചിൽ അവിടെ പുരോഗമിക്കുന്നുണ്ട്. മോശം കാലാവസ്ഥയിലും തിരച്ചിൽ അവിടെ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു. ശ്രീ KB ശ്രീധരനാണ് അങ്കോലയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗംഗാവല്ലി പുഴയിൽ വീണ്ടും തെരച്ചിൽ നടത്താൻ തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകരുടെ തീരുമാനം. അതിനുവേണ്ടി തന്നെയാണ് അവിടെ വലിയ രീതിയിലുള്ള നീരൊഴുക്കുണ്ട്, കുത്തൊലിച്ച് ഒഴുകുകയാണ് പുഴ ഇപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് അതിനെ പ്രതിരോധിക്കാൻ സാധ്യമായുള്ള ബോട്ടുകൾ കൂടി അവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പം ആ പുഴയിൽ കൂടി തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്.